CPIM നിയന്ത്രണത്തിലുള്ള വയനാട് ബ്രഹ്മഗിരി സൊസൈറ്റിയിൽ കള്ളപ്പണം വെളുപ്പിച്ചെന്ന ഗുരുതര വെളിപ്പെടുത്തലുമായി ജീവനക്കാരൻ നൌഷാദ് 2021 സൊസൈറ്റിയിലേക്ക് ചാക്കിൽ പണം എത്തിച്ച് ജീവനക്കാരുടെ അക്കൗണ്ട് വഴി നിക്ഷേപം നടത്തിയെന്ന ആക്ഷേപം. പണം തിരിച്ചു കിട്ടാൻ നിക്ഷേപകർ പ്രക്ഷോഭം ശക്തമാക്കുമ്പോഴാണ് പുതിയ വെളിപ്പെടുത്തൽ. കോഴിക്കോട് നിന്നാണ് ബ്രഹ്മഗിരി സൊസൈറ്റിയുടെ ബത്തേരി ഓഫീസിലേക്ക് 2021 ഡിസംബറിൽ കള്ളപ്പണം എത്തിച്ചതെന്നാണ് നൌഷാദിന്റെ വെളിപ്പെടുത്തൽ. അന്ന് ഓഫീസ് അറ്റൻഡർ ആയിരുന്ന നൌഷാദ് അതിന്റെ ചിത്രങ്ങളും പുറത്തുവിട്ടു. പിന്നീട് ബത്തേരിയിലെ ഒരു ബാങ്ക് വഴി സൊസൈറ്റിയിലെ ജീവനക്കാരുടെ അക്കൗണ്ടിലൂടെ ആ പണം വെളുപ്പിച്ചെടുത്തു. വലിയൊരു എമൗണ്ട് ആയത് കാരണം ബ്രഹ്മഗിരിയുടെ അക്കൗണ്ടിൽ ഇത് ഒരുമിച്ച് ട്രാൻസ്ഫർ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അപ്പോൾ അത് അവിടുത്തെ കുറച്ച് ജീവനക്കാരെ സെലക്ട് ചെയ്ത് ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് 1 ലക്ഷം 2 ലക്ഷം രൂപ വീതം സുൽത്താൻ ബത്തേരി യൂണിയൻ ബാങ്കിന്റെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയും അതിനുശേഷം തൊട്ടടുത്ത ദിവസങ്ങളിലായിട്ട് അവരുടെ അക്കൗണ്ടിൽ നിന്ന് ബ്രഹ്മഗിരിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. CPIM ബ്രാഞ്ച് കമ്മിറ്റി അംഗം കൂടിയായ നൌഷാദിന് 22 ലക്ഷം രൂപ തിരിച്ചു കിട്ടാനുണ്ട്. സൊസൈറ്റിയുടെ ഭാഗമായി അടച്ചുപൂട്ടിപ്പോയ മാംസ സംസ്കരണ ഫാക്ടറിയിൽ പണം നിക്ഷേപിച്ച 600ഓളം പേരാണ് വഞ്ചിതരായത്. ഇതിൽ CPIM പ്രവർത്തകരും ഉൾപ്പെടും. 100 കോടിയോളം വരുന്ന തുക തിരികെ ആവശ്യപ്പെട്ട് CPIM നിയന്ത്രണത്തിലുള്ള ഭരണസമിതിക്കെതിരെ വലിയ പ്രക്ഷോഭമാണ് ഉയരുന്നത്. ന്യൂസ് മലയാളം, വയനാട്.